ഒരുപാട് ബിരിയാണി കഴിച്ചിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെയൊന്ന് അതാദ്യമായാണ്. അപ്പോൾ ഇതിന്റെ റെസിപ്പി നോക്കിയാലോ. ചൂടായ പാനിലേക്ക് ഓയിലും നെയ്യും ചേർത്ത് അതിലേക്ക് ചെറുതാക്കി അരിഞ്ഞ സവാള ഇട്ട് ഉപ്പ് ചേർത്ത് വഴറ്റുക. നന്നായി മുരിഞ്ഞു കിട്ടിയ സവാള മാറ്റിവെക്കണം. മറ്റൊരു പാനിൽ ഉപ്പ്, മുളക്, മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായി പുരട്ടിയ ചിക്കൻ പൊരിച്ചെടുക്കുക. സവാള പൊരിച്ചതിന്റെ ബാക്കി എണ്ണയിലേക്ക് കാഷ്യൂനട്ടും മുന്തിരിയും ചേർത്ത് വറുത്തു മാറ്റിവെച്ചതിന് ശേഷം ചതച്ചു വെച്ച ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എന്നിവ പച്ചമണം മാറുന്നതുവരെ വഴറ്റുക. അതിലേക്ക് തക്കാളി, ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി ഇളക്കി മൂടി വെക്കാം. വെന്തുടഞ്ഞ തക്കാളിയിലേക്ക് നേരത്തെ മാറ്റിവെച്ച പൊരിച്ച സവാളയും മല്ലിച്ചപ്പും ആവശ്യത്തിന് ഗരം മസാലയും തൈരും ചേർത്ത് നന്നായി വഴറ്റിയതിനു ശേഷം പൊരിച്ച ചിക്കൻ ചേർത്ത് നന്നായി ഇളക്കി മൂടി വെക്കുക. മറ്റൊരു പാനിൽ ഓയിലും നെയ്യും ചേർത്ത് അതിലേക്ക് പട്ട, ഗ്രാമ്പു, ബേ ലീഫ്, ഏലക്കയും അല്പം പൊരിച്ച സവാളയും ചേർത്ത് ഇളക്കിയതിനു ശേഷം വെള്ളത്തിൽ അരമണിക്കൂർ കുതിരാൻ വെച്ച അരിയിട്ട് നന്നായി വഴറ്റി ആവശ്യത്തിന് തിളച്ച വെള്ളവും ഉപ്പും ചേർത്ത് മൂടി വെക്കാം. പാകത്തിന് വെന്ത ചോറ് ദമ്മിടാനായി മാറ്റിവെച്ച മസാലയുടെ മുകളിലേക്ക് ഒരു ലെയർ ഗീ റൈസ് ചേർക്കുക. അല്പം മല്ലിയില അരിഞ്ഞതും മാറ്റിവെച്ച കാഷ്യൂനട്ട് ആൻഡ് കിസ്മിസ് അതിന്റെ മുകളിൽ വിതറുക. ഇതേപോലെ ഒരു ലെയർ കൂടി ചെയ്തെടുത്ത് ബാക്കി വെച്ച പൊരിച്ച സവാള മുകളിലിടുക. അരമണിക്കൂർ മൂടി വെച്ച് കഴിഞ്ഞാൽ ഗീ റൈസും ചിക്കനും മസാലയും നന്നായി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം കമന്റ് ചെയ്യുക.